കഴിഞ്ഞോ? അല്ല, കഴിഞ്ഞെങ്കിൽ മതി. അല്ലടിയാ പത്രം. പത്രോ? കഴിഞ്ഞു. അല്ല, അളിയൻ വായിച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി. അല്ല, അളിയൻ വായിച്ചിട്ട് ബാക്കി മതി. സാധാരണ അങ്ങനെയല്ലേ? ഏയ് അത് വേണ്ട, അളിയൻ വായിച്ചിട്ട് തന്നാൽ മതി. അങ്ങനെ പോയല്ലേ? പത്രമായിട്ടളിയാ അറിവുണ്ടാവട്ടെ. ഞാൻ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അളിയൻ വായിച്ചിട്ട് മതി അളിയാ. കുഴപ്പമില്ലല്ലേ? യമന്തി പിന്നെ ഇടേ ആ ചൂടുവെള്ളം വേണം കേട്ടോ കുളിക്കേ. തണുപ്പുള്ളോണ്ടേ. അയ്യോ ഞാൻ മറന്നല്ലേ. അടുത്ത വെള്ളിയ ഇതിന് വെള്ളം ഒഴിക്കാറുണ്ടല്ലേ ഈ ചെടിക്കൊക്കെ? പത്രം വേണ്ടേ? അളിയെന്ത് മേടിക്ക് കൈ ഞാൻ പിന്നെ ചാടും അങ്ങോട്ട്. അളിയങ്ങോട്ട് വാ, അടുത്തോട്ട് വാളിയാ. എടെ വായിച്ച് കഴിഞ്ഞ് നിനക്ക് തരാൻ വേണ്ടിയല്ലേ ഞാൻ. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് എങ്ങോട്ട് വരാനായിട്ട്. പത്രം വേണോ അല്ലേ? എടാ നാണം ഉണ്ടടാ എനിക്ക്. നാണം ഉണ്ടടാ എനിക്ക്? എല്ലാ ദിവസവും പത്രം എടുത്ത് വെച്ച് വായിക്കണാണല്ലോ. ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്ന പത്രം എന്നേക്കാൾ മുമ്പ് എല്ലാ ദിവസവും വായിക്കുന്നത് നീയാണ്. എടാ ആണുങ്ങളാണെങ്കിൽ സ്വന്തം കാശ് ചിലവാക്കി പത്രം വരുത്തണം, എന്നിട്ട് അഭിമാനത്തോടെ എടുത്ത് വായിക്കണം. അല്ല കണ്ടവന്റെ പത്രം എടുത്ത് വളരെ ഇതായിട്ട് എടുത്ത് വായിക്കുന്നതല്ല മര്യാദ. എന്തായാലും അവളെ കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 1 രൂപയുടെ വരുമാനം ഇല്ലെങ്കിലും നിന്നെ അന്തസ്സായിട്ട് അവൾ പോറ്റുന്നുണ്ട്. നിന്നെ കൊണ്ട് ഒരു ഗുണമില്ലെങ്കിലും പത്രം വായിക്കാൻ നടക്കണം. അഭിമാനമുണ്ട് ആമ്പിളരെ. പോവുക. ഏട്ടാ, നിങ്ങക്ക് രാവിലെ തന്നെ ഒരു പണിയില്ലല്ലേ? വെറുതെ എന്തിനാണ് ആ മനുഷ്യനോട് വഴക്കടിക്കാൻ പോണത്? നിങ്ങൾ ഒരാളും നന്നാവാനും സമ്മതിക്കത്തില്ലല്ലേ? അല്ലടി, തങ്കം പറഞ്ഞ സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു നമ്പർ ഇട്ട് നോക്കിയല്ലേ. സാധാരണ ഇത് പറയുമ്പോൾ 2 ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു പറയുന്നതാണ്. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയത്തില്ല. ക്ലീറ്റോ ചേട്ടൻ നന്നായി. 2 ദിവസമായിട്ട് ഇപ്പൊ യൂബർ ഓടിക്കണുണ്ട്. ഏതോ ഒരു കൂട്ടുകാരന്റെ വണ്ടിയാണ് ഓടിക്കണത്. കൃത്യമായിട്ട് പൈസ കൊണ്ടുവന്ന് നാത്തൂൻ്റെ കൈ കൊടുക്കണമുണ്ട്. ഉച്ചക്കേ ഊണ് പുറത്തുനിന്ന് കഴിച്ചാൽ പൈസ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നാ കഴിക്കണത്. അത് മാത്രല്ല ഏട്ടാ, വീട്ടിലേക്കുള്ള അരി സാധനം എല്ലാം മേടിച്ചോണ്ട് തന്നെ ക്ലീറ്റോ ചേട്ടനാ. എന്നിട്ടാണ് വെറുതെ രാവിലെ എന്നെ ചീത്തയും വിളിച്ചോണ്ടിരിക്കുന്നത്. ചീത്ത വിളിച്ച് അവനുള്ള ദേഷ്യം കൊണ്ടല്ലേ. ഇവന്റെ മാറ്റം ശരിയാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതിനാ ഞാൻ ചുമ്മായിട്ട് ഇളക്കിയത്. സാധാരണ അവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകുന്ന. പക്ഷെ പാവളെ ഇന്നൊന്നും പറഞ്ഞില്ല. നല്ല മാറ്റം ഉണ്ടവൻ. ഇവ ഇങ്ങനെ ഒന്നാവാൻ വേണ്ടിയാണ് ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ തങ്കത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നും ഒരു ആന്തലായിരുന്നു മനസ്സിൽ. ഇപ്പൊ അത് മാറി. ഇങ്ങനെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. വന്ന് ഇനി അതും പറഞ്ഞോണ്ടിരിക്കാതെ വാ, കുളിച്ചിട്ട് പോവാൻ നോക്കുന്നു. പത്രം കൊടുക്കണോ? അവിടെ വെച്ചൊക്കെ എടുത്തോളൂ. ഒന്നുമില്ല തങ്കം. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള ആളല്ലേ. അതിൻ്റെ ശിക്ഷയായിരിക്കും എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവനെന്നെ മനസ്സിലാവും, സാവകാശം എന്നെ മനസ്സിലാവും. കനകൻ എന്തെങ്കിലും പറഞ്ഞു ക്ലീറ്റോനെ? അവനെ കുറ്റം പറയണ്ടേ. ഇപ്പം ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. തങ്കം, ഇപ്പം അവനോട് ആവശ്യമില്ലാന്ന് ചോദിക്കാൻ നിൽക്കണ്ട. എനിക്കൊരു ന്യൂസ് പേപ്പർ കിട്ടോ? ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന്. അത് വേണ്ട, നമ്മുടെ അല്ലല്ലോ, അവർ കാശ് കൊടുത്ത് മേടിക്കണല്ലേ. എനിക്ക് പഴയത് ഏതെങ്കിലും കിട്ടിയാൽ മതി. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ.
പേരിൽ നീ ഒരു പേപ്പർ എടുത്തേന്. അതിൻ്റെ പേരിൽ ഇനിയിപ്പം ഒന്നും വേണ്ട. ഇത് മതിയോ? ആ ചെയ്ത തെറ്റുകളുടെയൊക്കെ ശിക്ഷയായിരിക്കും. സാരമില്ല, വിഷമിക്കരുത്. എനിക്ക് വിഷമമില്ല തങ്കം, ഞാനിതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ചായ എടുക്കാം. തങ്കം ഞാൻ ഇറങ്ങുവാണേ, ഞാൻ ഇറങ്ങുവാ. അയ്യോ നില്ല, കണ്ണാടി എടുക്കാതെ പോണേ. എടി എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഇത് നമ്മളെ രാഷ്ട്രീയ കുപ്പായൊക്കെ അണിഞ്ഞു നടന്നപ്പോൾ ഒരു ഗമയ്ക്ക് വേണ്ടി വെച്ചതല്ലേ. ഇനിയിപ്പോൾ അതൊക്കെ ഓർമ്മയായിട്ട് അവിടെ ഇരിക്കട്ടെ. ആ പിന്നെ ദേവരാജന് ഇനിയിപ്പോൾ 2000 രൂപ കൂടെ നമ്മൾ കൊടുക്കാനുണ്ട്. അതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ദേവരാജൻ്റെ കടം അങ്ങ് തീരും. ഒരു ചെക്ക് ദേവരാജൻ മടക്കി തരും, അത് മേടിച്ചു വെച്ചോണം. എന്ത് ബുദ്ധിമുട്ട്, പക്ഷെ ഇപ്പോൾ എന്തോ ജീവിതത്തിനൊരു അർത്ഥം വന്ന പോലെ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ? നോക്കട്ടെ, ചിലപ്പോൾ ഉച്ച സമയത്ത് നല്ല ഓട്ടം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ വഴിയിൽ നിന്ന് ചായയോ എന്തെങ്കിലും കുടിച്ചു. ചായ ഒന്നും കുടിക്കണ്ട, ചോറ് മേടിച്ച് കഴിക്കണ്ട. ഇവിടെ നിന്ന് വിശന്നിരിക്കാൻ പറ്റില്ല. ഓ എൻ്റെ തങ്കം, എനിക്കിപ്പോൾ വിശപ്പൊന്നും ഇല്ലടി. നീ സന്തോഷം. പോയിട്ട് വന്നു. ആ അടിയാ ഒരു നിമിഷം. മോള ഉണ്ട്, അകത്തുണ്ട്. അതെ, ഞാനടിയിൽ നിന്ന് ഒരുപാട് പൈസകൾ തന്നു തീർക്കാനുണ്ടേ. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് എനിക്ക് തരാൻ പറ്റില്ല, ഇച്ചിരി സാവകാശം വേണം. ഇത് കടത്തിൻ്റെ ഇത് ഞാൻ കുറച്ച് ഏയ് അത് വേണ്ടല്ലേ, കടം എന്നാലും കടം തന്നെയാണല്ലോ. സാരല്ലടാ, ഇരിക്കട്ടെ. നീ വെച്ചേ. ഏയ് അത് വേണ്ട, അത് വേണ്ട. അല്ലേ ഇത് പിടിക്ക്. കടത്തിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞാൽ മനസ്സിൻ്റെ ഭാരവും കുറയും, അതുകൊണ്ടാണ്. ഞാൻ രാവിലെ വഴക്കുറഞ്ഞാണ്. ഏയ് അതൊന്നുമല്ല, ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. എടാ അത് കാര്യമാക്കട്ടെ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ചുമ്മാ നിന്നെ ഒന്ന് ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും പൈസ ഒന്നും വേണ്ട. ഇല്ലളിയാ, നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി, അവളെ കണ്ണു നിറയാൻ നോക്കിയാൽ മതി, എനിക്കത് മതി. കടം എന്നാലും അത് കടമായിട്ട് നിൽക്കും, അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ആളെയത് പിടിക്ക്. അതെ, സത്യം പറഞ്ഞാൽ അളിയനെ പോലെ ഒരു അളിയനെ കിട്ടിയത് ഭാഗ്യമൊന്നുമില്ല. ഇറങ്ങട്ടെ. ഇതങ്ങ് വറുത്ത് കൊടുത്താൽ പ്ലീറ്റ് ഒരു കാലം ചോറങ്ങ് തിന്നും. 1 മണിയാകുമ്പത്തേനും വരും, വേഗം പണി കഴിക്കണം. പാവം. എന്തു വേണ്ടി നോക്കണേ? അവിടെ ക്ലീറ്റോ ചേട്ടൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെവിടെ പോയി? അതല്ലേ തിരിച്ചു വെച്ചേക്കണ്. അതാണോ തിരിച്ചു വെച്ചേക്കണത്? ഞാൻ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഫോട്ടോ എവിടെ പോയി. അത് അങ്ങനെ വെച്ചേക്കണത്? ഇന്ന് രാവിലത്തെ പണിയത്. അപ്പൊ പാർട്ടിയൊക്കെ വിടുകയല്ലേ ക്ലീറ്റോ, അപ്പൊ ഇനിയിപ്പൊ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ചെന്ന് തിരിച്ചു വെച്ചതാ. അപ്പൊ പാർട്ടിയും വിട്ടാ? അല്ലാതെ പിന്നെ എങ്ങനെയാ ഇപ്പൊ ജോലിക്ക് പോയേക്കണേ? ഇനി അങ്ങോട്ടൊന്നും ക്ലീറ്റോ തിരിച്ചു പോവില്ല. എന്റെ പൊന്നോ, ഓരോ മനുഷ്യരുടെ ഒരു മാറ്റവേ. ഓ ഇതിപ്പോ അത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. എനിക്കറിയാം എന്റെ ക്ലീറ്റോ എന്നാണെങ്കിലും ഈ നിലയിൽ എത്തും എന്നുള്ളത്. ഓ എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റായി പോയല്ലോ നാത്തൂനെ. ആരും കണ്ണു വെക്കല്ലേ എന്റെ പൊന്നു മോളെ. പിന്നെ ഇതിന് കണ്ണു വെക്കാനോട്ട് ഇപ്പൊ എന്തായിരിക്കണത്? ആ പിന്നെ അല്ല. ഓ ഇപ്പൊ എന്താ തീരുമാനിച്ചേക്കണെന്ന് അറിയാവോ? കടപ്പ തന്നെ തീരുമല്ലോ ഞങ്ങളുടെ. ക്ലീറ്റോ ഞാനും ജോലി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കടം തീരും. അപ്പൊ ഇന്നത്തോണ്ട് 6000 രൂപയുടെ കടം തീർന്നു. ഇന്ന് 6000 രൂപയുടെ കടം കിട്ടിയ? ഈ 2 ദിവസമായിട്ട് കുറേശ്ശെ പൈസ കൊടുത്ത് ഇന്ന് 6000 രൂപയുടെ കടം തീർന്നെന്ന്. അപ്പൊ കുറച്ച് കടം കൂടി ഉണ്ട്, അതും കൂടി തീർത്തിട്ട് ഞങ്ങളൊരു വണ്ടി മേടിക്കും. അതെന്തായാലും നന്നായി, എന്നുവെച്ചാ വാടക കൊടുക്കണ്ടല്ലോ. ഇപ്പൊ വാടകയ്ക്ക് എടുത്തല്ലേ ഓടണത്. അങ്ങനെ വണ്ടി മേടിച്ച് ഇവിടുന്ന് മാറി ഒരു വീടും ഒക്കെ വെച്ച് പിന്നെ ഇവിടുന്ന് മാറാനൊന്നും നിക്കണ്ട. ഇവിടുന്ന് മാറാതെ എങ്ങനെയാ? ആ മനുഷ്യനെ കാണുമ്പോ ചീത്ത വിളിക്കല്ലേ. പിന്നെ ഇവിടുന്ന് മാറിയ പിന്നെ എനിക്ക് കൂട്ടില്ല. നിന്റെ കൂട്ടിന് വേണ്ടിട്ട് കനകന്റെ വായിരിക്കണ കേൾക്കണ എന്തിനാ ഞങ്ങള്? നാത്തൂനെ എന്താന്നറിയോ ഏട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് രാവിലെ?
പീറ്റോ ചേട്ടൻ നന്നായെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ പറഞ്ഞല്ലോ ക്ലീറ്റോ നന്നായിന്ന്. ചേച്ചിയെ ഓ ആരെങ്ങ വാ ഇവിടെ ആ ആ ചേച്ചി അപ്പൊ പൈസയുടെ കാര്യം ആ ഉവ്വ പൈസ വെച്ചിട്ടുണ്ട്. നിർത്തേണ്ടി വരും. എവിടെ ആലമാരുടെ മുകളിലൊരു ചെക്ക് തന്നിട്ടുണ്ടോ? എന്തോ ചെക്ക് തന്നിട്ടുണ്ടോ? ആ പറഞ്ഞായിരുന്നു. മീൻ കണ്ടി. അയ്യോ ആ. എന്തായാലും ക്ലീറ്റോ ചേട്ടാ ഇത്രയും പെട്ടെന്ന് ഈ കടം തീർക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. 2000 ആണോ? ആ, അതെ, അതെ, ഉണ്ടായിരുന്നു. 2000 കൊടുത്തേക്ക്. അപ്പൊ കടം തീർന്നേ. ആ ഓക്കെ. ശരി ശരി. ഈ ചെക്ക് എന്തിനുള്ളതാ നാത്തൂനെ? അത് പൈസ മേടിച്ചപ്പോഴത്തേനും ക്ലീറ്റോ ഒപ്പിട്ട് കൊടുത്തതാറ്റാ. ആ ഇത് അവിടെ തന്നെ വെച്ചേക്കട്ടെ. ഓ അല്ല മുതലാളി, അത് നടക്കാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതേ. അല്ല അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ മുതലാളി? ഞാൻ അല്ല അതുകൊണ്ടല്ല. അത് മുതലാളി ഞാൻ പറയണ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. ഓ ശരി ശരി. ഒന്നുമില്ലല്ലേ? ഫോൺ എടുക്കളയാ? അതെ എടുത്താൽ ശരിയാവില്ലളിയാ. എന്നിട്ട് ഇപ്പം തന്നെ 100 ടെൻഷൻ ഉണ്ടളിയാ. വെറുതെ ഇനി ടെൻഷൻ കൂട്ടണെന്തിനാ? എന്തുണ്ടെങ്കിലും അതിന് പ്രതിവിധി ഇല്ലളിയാ. ഫോൺ എടുക്കായിരുന്നു എന്താ കാര്യം? ആര് ഫോൺ? അത് ഒന്നുമില്ല. അത് വെറുതെ ഒരു മെനക്കെട് കേസാ. ആർക്കെങ്കിലും പൈസ കൊടുക്കണ്ട? എടാ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താം. എന്താ പ്രശ്നം? പൈസയുടെ പ്രശ്നമൊന്നുമല്ല. ഇത് വേറെ. ഇത് പറയാതെ എങ്ങനെ അറിയാൻ പറ്റും? നമുക്കൊരു വിഷമോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പങ്കുവെക്കണം. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അല്ലാതെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ എല്ലാം ആലോചിച്ച് ഭ്രാന്താവേണ്ട കാര്യം എന്താണ്? ഇതിപ്പം ആളിയൻ ഇടപെട്ട വെറുതെ ആളിയനും കൂടെ പേര് ദോഷമാണ്. അതുകൊണ്ട് ഒന്നുമില്ലല്ലേ, വേണ്ടല്ലേ. എടാ ഇങ്ങ് വാ, നീ കാര്യം പറയാ. എന്തിന്റെ പ്രശ്നം എന്താണെന്ന് പറയാം. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താണെന്ന് ചെയ്യാം. ഇതിപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയം സംഭവം മറ്റേ അതൊന്നുമല്ല. അങ്ങനത്തെ സംഭവമല്ല. അതാണ് എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിപ്പം ചെറിയൊരു വസ്തു കച്ചവടമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോഴുണ്ടോ വസ്തു കച്ചവടം? ഇല്ല, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നോക്കാം, ആരെങ്കിലും ഉണ്ടായി ബന്ധപ്പെട്ട സ്ഥലം. അങ്ങനെ ഒരു വാക്കുണ്ട്. നമ്മുടെ സുരേന്ദ്രൻ മുതലാളിയുടെ ആ LP സ്കൂളിൻ്റെ സൈഡിലായിട്ട് കിടക്കുന്ന ഒരു 20 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, റോഡ് സൈഡ് നമ്മുടെ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന സ്ഥലം. ആ ട്രാൻസ്ഫോമറാണ് പ്രശ്നം. ഞാൻ ഒരുപാട് പാർട്ടികളെ കാണിച്ചു നേരത്തെ. അപ്പോൾ ട്രാൻസ്ഫോമർ ഇരിക്കുന്നുണ്ട്, അത് കച്ചവടം നടക്കാതെ. വില കുറച്ചേ കിട്ടുള്ളൂ. അല്ല, തൊട്ടടുത്ത് പഞ്ചായത്തിൻ്റെ സ്ഥലം വെറുതെ കിടക്കണുണ്ടേ. അപ്പോൾ ട്രാൻസ്ഫോമർ ഈ വസ്തുവിൻ്റെ ഫ്രണ്ടിലായിരിക്കണേ. അത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ അത് ഈ വസ്തു കച്ചവടം നടന്നേനെ. അത് അങ്ങനെ ഒരിക്കലും ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല. കാരണം ഇത് പഞ്ചായത്തിന്റെ സ്ഥലത്തേക്ക് മാറ്റാം എന്നുള്ള രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് എന്തോ ഇലക്ഷൻ ആണ്ടെന്നൊക്കെ അതിനെ പറ്റി മാഞ്ഞ് പോയി. ഇതിന് മുമ്പ് ഒരു പാർട്ടി വന്നപ്പോൾ കച്ചവടം ഏതാണ്ട് നടക്കുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അളിയനോട് പറഞ്ഞ ട്രാൻസ്ഫോമർ മാറ്റി വയ്ക്കാം, അതുകൊണ്ട് അത് നടക്കും എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പുള്ളി ഇപ്പോൾ അതും പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഏത് പാർട്ടി വന്നേക്ക് എങ്ങനെയെങ്കിലും ആ ട്രാൻസ്ഫോമർ ഒന്ന് അവിടുന്ന് മാറ്റി പഞ്ചായത്തിൻ്റെ സ്ഥലത്തോട്ട് മാറ്റി കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വാഗ്ദാനം കൂടെ തന്നേക്കാം. ഞാൻ ഇടയ്ക്ക് എന്തോ ഇച്ചിരി പൈസ മേടിച്ചതിൽ കുറച്ച് പൈസ കൂടെ കൊടുക്കാണ്ട്, ഒരു 10,000 രൂപ. എനിക്ക് ആ പൈസ ഒഴിവാക്കി തരാം. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇത് നടക്കൂല,
അതുകൊണ്ട് മുതലാളി ഈ കാര്യം ഉപേക്ഷിച്ച് തരാം, കടം ഞാൻ ഇല്ലാതെ വീട്ടിൽ കൊള്ളാന്ന് പറഞ്ഞു. അതല്ല എൻ്റെ മര്യാദ, വെറുതെ എന്തിനും നമ്മുടെ ആവശ്യമില്ല. നീ പോ, എനിക്ക് പോണം. എന്തളിയാ ഇതിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. കാരണം എന്താ പറയാ ഇതിപ്പോ ആർക്കും ദോഷം വരാത്ത കാര്യമാണ്. കാരണം പഞ്ചായത്ത് ചുമ്മാ നീ ആവശ്യമില്ലാത്ത ഞാൻ ഇതൊക്കെ വിട്ടു നിൽക്കുകയാണ്. ഇത് ഒരു കാര്യം പറയാം, അളിയൊരു ദോഷം ഉണ്ടാവും, പേര് ദോഷം ഉണ്ടാവും, എനിക്കത് ഇഷ്ടമല്ല. നീ പോ. ഞാൻ പറഞ്ഞ കേൾക്കുന്നേ, എന്റെ അളിയാ ഞാൻ ആദ്യം പറയട്ടെ, നിനക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവൂ? അതെ, ഞാൻ പറയട്ടെ, ഔദാര്യം വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. അയാളുടെ കടം ഞാൻ തീർക്കും. ഞാനിപ്പോ കടം തീർക്കാനുള്ള പ്രാപ്തനായിട്ടുണ്ട്. അതുകൊണ്ട് അത് നീ എത്ര നാൾ വിചാരിക്കണം? ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ നീ കേൾക്കൂലേ? ഞാൻ പറഞ്ഞ നീ കേൾക്കോ? എന്നാലും അളിയാ ഇതൊരു കാര്യം. അതായത് ഇത് എനിക്ക് ദോഷം വരില്ല, നിനക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്ന കാര്യം. എന്റെ ഗുണം വേറെ ആർക്കും ദോഷം വരാത്തൊരു കാര്യം. പഞ്ചായത്തിന്റെ ഒരു സ്ഥലം അവിടെ കിടപ്പുണ്ട്, തൊട്ടടുത്ത് കിടപ്പുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാൻ നേരത്തെ ഒരു സാങ്ഷനായി വന്നതാണ്. ഇതൊന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തണം. അതിപ്പോ ഞാൻ വിചാരിച്ച് നടക്കുന്ന കാര്യമേ ഉള്ളൂ. കാല് പിടിക്കണ്ട, അതൊന്നും വേണ്ട. സാറിനൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. സാറിന് സാറ് അങ്ങനെ ഒരു സാധനമുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും. ദോഷമില്ലെങ്കിൽ ആർക്കും ദോഷമില്ലാത്തൊരു കാര്യമാണെങ്കിൽ സാറ് ചെയ്തു തരുകയും ചെയ്യും. നീ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണം. എനിക്ക് സത്യം ഇതിന് മുമ്പൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇതൊന്നും താല്പര്യമുള്ള കാര്യമല്ല. നീ വെറുതെ അളിയാ, ഞാൻ പറയാം, അതിനു വേണ്ടി നീ മെനക്കെടണ്ട. 100 കാര്യം തന്നെ നേരത്തെ പറഞ്ഞു. ഇനി ബാക്കി 99 കാര്യത്തെക്കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കിയാൽ ഈ ഒരു കാര്യം ഞാൻ തലമുണ്ടാക്കണം. എന്റെ ക്ലീറ്റോസ്, ഇത് എങ്ങനെ കാര്യം സാധിക്കും? ആ ട്രാൻസ്ഫോമർ അവിടുന്ന് മാറ്റിയില്ലായിരുന്നു, എനിക്ക് എത്ര ലക്ഷം രൂപ നഷ്ടമാണ്. എന്ത് വ്യക്തി ആളിനെ മയക്കാൻ പ്രയോഗിച്ച്? നമ്മൾ ഈ ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ മെഴുക്കാറില്ലേ, അത് തന്നെ വളരെ നിസ്സാരമായിട്ടാണ്. പിന്നെയാണ് എന്റെ ഇത്തിരി പോകുന്ന ലൈൻമാൻ അളിയൻ. പിന്നല്ല, മിടുക്ക. അപ്പൊ പറട്ടെ. ശരി. ഞാൻ ആണാണോ? എടാ അലവലാതി ആളിയോ, നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആണാണോ അല്ലേന്ന്. ചേട്ടാ, ഇന്നലെ ഞാൻ ഇതേ പൈസ തന്നെ തങ്കം ചേച്ചിയിൽ നിന്ന് ഞാൻ പോയി വാങ്ങി, എന്നിട്ട് ഞാൻ ചേട്ടനെ കൊണ്ട് തന്നു. ഇന്ന് ഞാൻ ഇതേ പൈസ തന്നെ തങ്കം ചേച്ചിയിൽ നിന്ന് പോയി വാങ്ങി, ഇപ്പോഴും ചേട്ടനെ കൊണ്ടുവന്നു. ഇതെന്താ പരിപാടി? അനിയാ, ഇതൊക്കെ നിലനിൽപ്പിന്റെ ഓരോരോ ഭാഗമാണ് കേട്ടാ. Alien versus Alien.